സിൽവി ജിമ്മിയെ കാണാൻ ആശുപത്രിയിലെത്തിയ അതേ നിമിഷം പുറത്തേക്ക് പോകാനായി വന്നപ്പോൾ അകത്തേക്ക് വരുന്നത് പോലീസുകാരോ? പോലീസ് വന്നത് വെറും സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയാണോ? അതോ ആക്രമണത്തിന് പിന്നിലെ രഹസ്യം തുറക്കാനോ? നാം എടുക്കുന്ന പ്രണയം 35-ാം ഭാഗം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കണം കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ നിന്നും ജിമ്മിയുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടി വന്ന പോലീസുകാരെയാണ് അവർ കണ്ടത്. സിൽവി അവരെ കണ്ടതേ വേഗം തിരിച്ച് അകത്തേക്ക് തന്നെ പോയി. ഞാൻ പോകാഞ്ഞതല്ലായിരുന്നോ സാറിന് ഇതുവരെ വിഷമം? ഇപ്പോൾ വിഷമമെല്ലാം തീർന്നുകൊള്ളും. ആരാ വരുന്നതെന്ന് കണ്ടില്ലല്ലോ? അതാണ്ട് പോലീസുകാർ വരുന്നു. തൂക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനായിരിക്കും. ഇപ്പോൾ കിട്ടിയത് പോരാത്തതിന് അവരുടെ കയ്യിൽ നിന്നും കിട്ടും ഉള്ളതാണ്. ഏതായാലും നിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്ര നല്ലതായിരിക്കില്ല അവരുടെ ഒന്നും കയ്യിൽ നിന്ന് കിട്ടുന്നത്. എനിക്ക് വേണ്ടത് നിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണ്. ഏതായാലും ഇപ്പം അതിനിച്ചിരി പുളിക്കും. കാത്തിരുന്നു. എന്തായാലും ഞാനിപ്പോൾ തൽക്കാലം പോവുകയാണേ. എനിക്ക് വയ്യ അവരുടെ ഇടികൊള്ളാൻ. അല്ലേലും അതൊക്കെ ഞങ്ങളെപ്പോലെ ആൺപിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചാലും കിട്ടുകയില്ല. ഞാനെങ്ങും ആഗ്രഹിക്കുന്നുമില്ല. എനിക്കൊട്ട് കിട്ടുകയും വേണ്ട. കിട്ടുന്നത് മുഴുവനും ആൺപിള്ളേർ തന്നെ അങ്ങ് എടുത്തു. ഒരു വീതവും എനിക്ക് വേണ്ടേ. അത്രയും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും 2 പോലീസുകാർ അകത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. മുറിക്ക് പുറത്തായിരുന്ന ചേടത്തി അകത്തുവരെ ചെന്നു. എന്നിട്ട് അവർക്കിരിക്കാൻ വേണ്ടിയുള്ള 2 കസേര നീക്കിയിട്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി. അവർ വന്ന് ഇരുന്നതിന് ശേഷം പരിചയപ്പെടുത്തി. ഞങ്ങൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്നതാണ്. തഹസീൽദാരിൽ നിന്നും ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ജിമ്മി താങ്കൾ തന്നെയല്ലേ? അതെ. തുടർന്ന് പോലീസ് മോഡലിലുള്ള അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കൽ തുടർന്നുകൊണ്ടിരുന്നു. ഒരു പേജിൽ മുഴുവൻ അവർ എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചു. ആക്രമിച്ച ആളുകളെ ആരെയെങ്കിലും മുൻപരിചയമുണ്ടോ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. അതിന് ഇല്ല എന്ന് തന്നെയാണ് ജിമ്മി മറുപടി പറഞ്ഞത്. അതുമാത്രവുമല്ല, ഇനി അവരെ കണ്ടാൽ അറിയാനുള്ള സാധ്യതയും കുറവാണെന്നാണ് ജിമ്മിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ആ ചോദ്യമായിരിക്കും അടുത്തത് വരാൻ പോകുന്നത് എന്ന് കണക്കുകൂട്ടി മുൻപേ മറുപടി പറയുകയായിരുന്നു. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ജിമ്മി പറഞ്ഞത് നല്ല ഇരുട്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ മുഖം വ്യക്തമായി കാണാൻ ഒരു മാർഗവുമില്ലായിരുന്നു. ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിലും അത് മറുവശത്തേക്കായിരുന്നു. അതുകൊണ്ട് ആക്രമിച്ച ആളുകളെ ഒരു തരത്തിലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനോ പിന്നീട് മനസ്സിലാക്കാനോ സാധിക്കുന്ന സ്ഥിതിയിലായിരുന്നില്ല ജിമ്മി അപ്പോൾ. എഴുതി തീർന്ന് എഴുന്നേൽക്കുമ്പോൾ അവർ പറഞ്ഞു, താങ്കൾ പറഞ്ഞ സ്ഥലം ഏതാണ്ട് വിജനമാണ്. അതുകൊണ്ട് തന്നെ സാക്ഷി തെളിവുകൾ ലഭിക്കുക എന്നത് വളരെ സാധ്യത കുറഞ്ഞ ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളോടൊപ്പമുണ്ടായിരുന്ന 2 പേരെ സാക്ഷികളാക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അവരും ഒന്നും കണ്ടിട്ടല്ലാവാൻ സാധ്യതയില്ലല്ലോ. ആരെയും അറിയാനും സാധ്യതയില്ല. ഏതായാലും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഇങ്ങോട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ അത് ഞങ്ങളോട് പറയണം. ഒരു ചെറിയ സൂചനയിൽ തുടങ്ങി ഞങ്ങൾ മുൻപോട്ട് പോയിക്കോളാം. ചിലപ്പോൾ ഇവരെ കിട്ടുകയും ചെയ്യും. ഏതായാലും 3 പേർ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ അവരെ ഒരാളെയെങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കൽ കയ്യിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അവരുടെ ആക്രമണത്തിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ
അവർ സ്ഥിരമായി തന്നെ ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകളായിരിക്കാം. അതുകൊണ്ട് എപ്പോഴെങ്കിലും കയ്യിൽ കിട്ടുമ്പോൾ ഞങ്ങൾ ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊള്ളാം. ഞങ്ങൾ കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ജിമ്മി അവർക്ക് നന്ദി പറഞ്ഞു. ചായ കുടിക്കാനുള്ള സാധ്യതയില്ല എന്നറിയാവുന്നതുകൊണ്ട് ചായ കുടിക്കുന്ന കാര്യം അവരോട് പറഞ്ഞതുമില്ല. പറഞ്ഞതൊക്കെ വായിച്ച് കേൾപ്പിച്ച് ഒപ്പുവാങ്ങിയതിന് ശേഷം അവർ അപ്പോൾ തന്നെ ഇറങ്ങി. അവർ പോയ ഉടനെ അന്നമ്മച്ചേടത്തി മുറിയിലേക്ക് വന്നു. അല്പം ആകാംക്ഷയോടെയായിരുന്നു വരവ്. എന്നിട്ട് ചോദിച്ചതോ അതീവ ജിജ്ഞാസയോടെയും. അവർ എന്തിനാടാ വന്നത്? സത്യം പറയാമല്ലോ, എനിക്ക് കാക്കിക്കാരെ കാണുന്നത് തന്നെ പേടിയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. എന്നാൽ ഇതുവരെ എന്നെ അവരെന്തെങ്കിലും പറയുകയോ ആരെങ്കിലും എന്നോട് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടുമില്ല. എന്നാലും എനിക്കവരെ പേടിയാണ്. നമ്മൾ അവരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരും നമ്മളെപ്പോലെ മനുഷ്യർ തന്നെയാണ്. എന്നെപ്പോലെ ഒരു അമ്മയുടെ മകനായിട്ട് പിറന്നവർ ആയിരിക്കും അവരൊക്കെ. പിന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവർ ഇടപെടുന്നതെല്ലായ്പ്പോഴും കുറ്റവാളികളുമായിട്ടാണ്. അത് അവരുടെ സ്വഭാവത്തെയും സ്വാധീനിക്കും. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസാരവും പെരുമാറ്റവും മയത്തിലുള്ളതാവാൻ സാധ്യത കുറവാണ്. നീ എന്നാ ന്യായം പറഞ്ഞാലും ഞാൻ അവരെ കാണുമ്പോഴേ മാറി നിൽക്കും. നേരത്തെ മുതലേ പഠിച്ച രീതി അതാണ്. ഏതായാലും ഇനി അത് മാറ്റാൻ പറ്റില്ല. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്യൂട്ടി ഡോക്ടർ അകത്തേക്ക് കയറി വന്നു. ജിമ്മിയേക്കാളും അധികം പ്രായമൊന്നും കാണില്ല. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. ആരും ഇഷ്ടപ്പെട്ടു പോകുന്നത് പോലുള്ള പെരുമാറ്റവും സംസാരവും ചിരിയും. പോലീസുകാരെ കാണുമ്പോൾ ഇറങ്ങിപ്പോകുന്ന അന്നമ്മച്ചേടത്തിക്കും ഡോക്ടറെ വലിയ ഇഷ്ടമാണ്. എന്തുണ്ട് ഇപ്പോൾ വിശേഷം? തൽക്കാലം വേദനയൊക്കെ കുറഞ്ഞല്ലോ ഇല്ലേ? സ്റ്റേറ്റ്മെൻറ്റും എടുത്തല്ലോ. വീട്ടിൽ പോയാൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ടോ? വീട്ടിൽ പോകാനുള്ള ആഗ്രഹം തോന്നി തുടങ്ങിയിട്ട് കുറേയേറെ നേരമായതാ. സാറ് വരട്ടെ, ചോദിച്ചിട്ട് വേണ്ടത് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വിടുകയാണെങ്കിൽ വളരെ നല്ലത്. ഞാൻ വീട്ടിലെങ്ങാനും പോയി കിടന്നോളാം. ഇവിടെയാണെങ്കിലും കിടപ്പ് തന്നെയല്ലേ. വീട്ടിൽ പോയി വിശ്രമിക്കും എന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്തേക്കാം. ഒരു കാരണവശാലും തല വിയർക്കാൻ ഇടവരുത്തരുത്. കുത്തിക്കെട്ടിയത് പഴുത്താൽ വലിയ കോംപ്ലിക്കേഷനാണ്. അതിനിടവരുത്തരുത്. അത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. എന്നാൽ സാറ് ഡിസ്ചാർജ് എഴുതി തന്നാൽ ഞാൻ അവിടെ നിന്നും ഒരു വാഹനം വരാൻ പറയാം. എത്രയും വേഗം പോകാമല്ലോ. ഇതുവരെയുള്ള ചെലവെല്ലാം കൊടുത്തു കഴിഞ്ഞതാണ്. ഇനി എന്തെങ്കിലും അഡീഷണൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതിനുള്ള കരുതലൊക്കെ കയ്യിലുണ്ട്. അതുകൊണ്ട് പോകുന്നതിന് തടസ്സമില്ല. അത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല ജിമ്മി സാറേ. വളരെ ചെറിയൊരു തുകയെ അഡീഷണൽ കാണുകയുള്ളൂ. അത് നിങ്ങൾ പോകും മുമ്പ് അടച്ചിട്ട് പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ വാഹനം പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോളൂ. 1 മണിക്കൂറിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്ത് പുറത്തിറങ്ങാം. കൗണ്ടറിലാണെങ്കിലും തിരക്ക് തീരെ കുറഞ്ഞ സമയമാണ്. ഇപ്പോഴാണെങ്കിൽ പുറത്തും തിരക്ക് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് പോകാനും എളുപ്പമാണ്. എന്തെങ്കിലും പ്രത്യേകമായി പറയാനുണ്ടോ? ഇല്ല എന്നായിരുന്നു ജിമ്മിയുടെ മറുപടി. അത് കേട്ട ഉടനെ തന്നെ ഡോക്ടർ പോയി. 1 ദിവസം കൂടി കിടക്കേണ്ടി വരും എന്നാണ് ജിമ്മി വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് ഇതുവരെ വന്ന എല്ലാവരോടും പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. സിൽവി പോയപ്പോൾ അവളോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണല്ലോ. മിക്കവാറും നാളെ ഡിസ്ചാർജ് ചെയ്യും. ഒരു സംശയമുണ്ടായിരുന്നതുകൊണ്ട് അവളോട് മാത്രം തൽക്കാലം ഇത്രയും കൂടി പറഞ്ഞിരുന്നു. വൈകിട്ട് ഡോക്ടർ വരുമ്പോൾ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ രാത്രിയോടുകൂടി ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തും. നാളെ രാവിലെ ക്വാർട്ടേഴ്സിൻ്റെ അങ്ങോട്ടൊന്ന് നോക്കിയേക്കണേ എന്നും കൂടി പറഞ്ഞിരുന്നു.
പറഞ്ഞില്ലായിരുന്നെങ്കിൽ തീർച്ചയായും നോക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയത്. എന്നാലും അവൾക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ? ജിമ്മി എത്രയും പെട്ടെന്ന് തന്നെ ശങ്കരനെ വിളിച്ചു. ഒരു വാഹനം പുല്ലരിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുന്ന കാര്യം സംസാരിച്ചു. ശങ്കരൻ കാറുമായി വരാമെന്ന് പറഞ്ഞു. അന്നമ്മ ചേട്ടത്തി ഇങ്ങോട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. കുറച്ച് സാധനങ്ങളെ കൊണ്ടുവന്നുള്ളൂ. എന്നാലും ഒന്നും ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. എല്ലാം കൃത്യമായി തന്നെ എടുത്ത് അടുക്കി വയ്ക്കുന്ന തിരക്കിലായിരുന്നു അവർ. ഡിസ്ചാർജ് ബില്ലുമായി ഒരു നേഴ്സ് മുറിയിലേക്ക് വന്നത് അധികം താമസിക്കാതെയാണ്. ഡോക്ടർ പറഞ്ഞു പോയതുപോലെ തന്നെ ചെറിയൊരു തുക കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതിനുള്ള ഒരു ബില്ല് കൊണ്ടുവന്നു കൊടുത്തു. ആരെങ്കിലും ഒരാൾ വന്നിരുന്നെങ്കിൽ അവരുടെ കയ്യിൽ പണം കൊടുത്ത് വിടാമായിരുന്നു എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ നേഴ്സ് തന്നെ പറഞ്ഞു, ബില്ലിൻ്റെ തുകയടയ്ക്കാനാണോ ആളെ നോക്കുന്നത്? അതിനിപ്പോൾ അമ്മച്ചിയെ പറഞ്ഞു വിടുകയൊന്നും വേണ്ട. അതെൻ്റെ കയ്യിൽ തന്നാൽ മതി. ഞാൻ കൊണ്ടുപോയി അടച്ചിട്ട് രസീത് കൊണ്ടുവന്ന് ഇപ്പോൾ തന്നെ തന്നേക്കാം. താൻ മനസ്സിൽ വിചാരിച്ചല്ലേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ നേഴ്സിന് കാര്യം മനസ്സിലായല്ലോ. എന്നും ഇതേപോലുള്ള രോഗികളെ കാണുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം. ഞാനിവിടെ വന്നപ്പോൾ മുതൽ തൻ്റെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി വരുന്നതും വേണ്ട കാര്യങ്ങൾ പറയാതെ തന്നെ ചെയ്യുന്നതും ഈ സിസ്റ്റർ തന്നെയാണ്. അവരുടെ പേര് പോലും ഒന്ന് ചോദിച്ചില്ല. പോകുന്നതിന് മുമ്പെങ്കിലും പരിചയപ്പെടണ്ടേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത്. ഇതുമാത്രമല്ലല്ലോ നിങ്ങൾക്ക് ജോലിയുള്ളത്. അല്ലെങ്കിലും ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയിൽപ്പെടുന്ന കാര്യമല്ലല്ലോ. അത് സാറ് പറഞ്ഞത് ശരിയാ, ഡ്യൂട്ടിയിൽപ്പെടുന്ന കാര്യമല്ല. എന്നാലും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ? ഇപ്പോൾ ഒരാൾ വീഴാൻ തുടങ്ങുന്നത് കണ്ടാൽ താങ്ങി നിർത്തുന്നത് കടമയായിട്ടാണോ? അത്രയൊക്കെയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. സിസ്റ്ററുടെ പേര് ചോദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ചോദിച്ചതുകൊണ്ട് ഒന്നും തോന്നരുത്. ഈ സാറിൻ്റെ ഒരു കാര്യം, ഒരാളുടെ പേര് ചോദിച്ചെന്ന് വിചാരിച്ച് എന്തോ തോന്നാനാണ്? ഇവിടെ വരുന്ന ഓരോരുത്തന്മാരുടെ വർത്തമാനം പറച്ചിലും നോട്ടവും കാണുന്നത്രയും വിഷമമൊന്നും ഒരാൾ പേര് ചോദിച്ചു എന്ന് വിചാരിച്ച് വരാനില്ലല്ലോ. സിസ്റ്റർ പേര് പറഞ്ഞു. അനുപമ എന്നാണ് പേര്. മുഴുവൻ പേര് അനുപമ എബ്രാഹാം. കണ്ടപ്പോഴേ അച്ചായത്തിയാണെന്ന് തോന്നിയായിരുന്നു. പേര് കേട്ടപ്പോൾ ഉറപ്പായി. ജിമ്മി പണമെടുത്ത് അവർക്ക് കൊടുത്തു. അധികം വൈകാതെ തന്നെ സിസ്റ്റർ ബില്ലടച്ചതിൻ്റെ രസീതുമായി വന്നു. അത് കൊടുത്തിട്ട് തിരിച്ചുപോയി. ഡിസ്ചാർജ് ബില്ല് അടച്ചു കഴിഞ്ഞപ്പോഴേക്കും തന്നെ വാഹനം എത്തി. ബാഗും മറ്റും എടുക്കാനായി ശങ്കരൻ അകത്തേക്ക് കയറി വന്നു. അധികം താമസിയാതെ എല്ലാവരും പുറത്തേക്കിറങ്ങി. വാഹനത്തിൽ കയറി പുല്ലരിയിലേക്ക് മടങ്ങി. പുല്ലരിയിലേക്ക് വാഹനത്തിൽ മടങ്ങുമ്പോൾ ജിമ്മിക്ക് അറിയില്ലായിരുന്നു അവനെ ആക്രമിച്ചവർ വീണ്ടും ആക്രമിക്കാനായി കാത്തിരിപ്പുണ്ടോ എന്ന്. ജിമ്മി പോലീസിനോട് മുഴുവൻ സത്യവും പറഞ്ഞില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സിൽവിയുടെ സന്ദർശനം പിടിക്കപ്പെട്ടേനെ എന്ന് തോന്നിയോ? അഭിപ്രായം പറയണേ. മറ്റന്നാൾ ഇതേ സമയം അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.